എറണാകുളത്ത് വഖഫ് ബോർഡ് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭൂമി കയ്യേറിയതായി പരാതി. ഇതേ തുടർന്ന് വഖഫ് ബോർഡിനെതിരെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് പരാതിയുമായി സീറോ മലബാർ സഭ രംഗത്ത് വന്നു. ചെറായി, മുനമ്പം വില്ലേജുകളിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. വഖഫ് നിയമവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന് വാസ്തവത്തിൽ പ്രത്യക്ഷത്തിലുള്ള ഒരു പിന്തുണയാണ് സീറോ മലബാർ സഭയുടെ ഈ പരാതി. മുനമ്പം ചെറായി ഭാഗത്തെ നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോകുന്നതും അപ്രകാരമായിരുന്നിട്ടും ഒരിക്കൽ കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതുമായ ഭൂമിയാണ് ഇത്. വഖഫ് നിയമത്തിന്റെ മറവിൽ ഇത് കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ നീക്കം കടുത്ത അനീതിയാണ് എന്നാണ് സീറോ മലബാർ സഭ പറയുന്നത്. വഖഫ് ബോർഡിന്റെ പരിധിയില്ലാത്ത അധികാരങ്ങൾ തടയാനും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇല്ലാതാക്കാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം സ്വാഗതം ചെയ്തു. രാജ്യത്തെ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന വഖഫ് സംവിധാനങ്ങൾ ഏത് നിയമത്തിന്റെ പേരിലായാലും തിരുത്തപ്പെടണം. ഭരണഘടനാ അനുസൃതമായ അവകാശങ്ങളുടെ നിഷേധം ഇവിടെ സംഭവിക്കാൻ പാടില്ല. മുനമ്പം ചെറായി ഭാഗത്ത് സംഭവിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ രാജ്യത്ത് ഒരിടത്തും ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നാണ് സഭയുടെ ആവശ്യം. ഫാദർ ഡോക്ടർ മൈക്കൽ പുളിക്കൽ, CMI സെക്രട്ടറി, KCBC ജാഗ്രതാ കമ്മീഷൻ എഴുതിയ കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയുടെ വടക്ക് കടലിനോട് ചേർന്ന മുനമ്പം ചെറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ 1989 മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1000-ഓളം ആധാരങ്ങളും വിവിധ മതസ്ഥർ ഉൾപ്പെട്ട 600-ൽ പരം കുടുംബങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തിന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ട് 5 വർഷത്തോളമായി. വില കൊടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വെറും കൈയോടെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഗതികേടിലാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ. കേട്ടുകേൾവിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ജീവിക്കാനും സ്വത്തുക്കൾ നിയമാനുസൃതം ആർജിക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പം ഇനി ആവർത്തിക്കരുത്. മുനമ്പത്തെ നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോകുന്നതും അപ്രകാരമായിരുന്നിട്ടും ഒരിക്കൽ കൂടിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതുമായ ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള ചില തൽപര കക്ഷികളുടെ നീക്കം കടുത്ത അനീതിയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ അവസ്ഥ കേരള മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ്. കേരള സർക്കാരിന്റെ നിഷ്ക്രിയാവസ്ഥയും ചർച്ച ചെയ്യപ്പെടണം. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കാൻ നയരൂപീകരണം നടത്തിയ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് വഖഫ് നിയമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന മുനമ്പം നിവാസികളെ കണ്ടില്ലെന്ന് നടിക്കുന്നു? എന്തുകൊണ്ട് അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നു? ഒരു മതസമൂഹത്തോട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? തങ്ങളുടെ സമുദായക്കാരും ആ പ്രദേശത്തില്ല എന്നുള്ള വർഗീയ ചിന്ത ഉള്ളതിനാലാണോ? മതസ്പർദ്ധയ്ക്ക് പോലും കാരണമാകുന്ന തരത്തിൽ യാതൊരു സാമൂഹ്യ അവബോധവും ഇല്ലാത്ത തരത്തിലുള്ള പെരുമാറ്റം ചിലരിൽ നിന്നും ഉണ്ടാകുന്നത്? വഴിമുട്ടിയ പാവപ്പെട്ട ജനതയുടെ നിലവിളിക്കും കണ്ണീരിനും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരു വിലയുമില്ലേ? വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന പരാതികളും പരിഭവങ്ങളും ഗവൺമെന്റ് ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്ന് അദ്ദേഹം കുറിക്കുന്നു. മതങ്ങൾക്കുള്ള ഭരണഘടനാ അനുസൃത അവകാശങ്ങളുടെ നിഷേധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതേസമയം തന്നെ മുനമ്പത്ത് സംഭവിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ ഇനി ഒരിക്കലും രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയുമുണ്ട്. പൊതുജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന, പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന, മാനുഷിക പരിഗണനയ്ക്ക് പോലും പ്രാധാന്യം നൽകാത്ത സംവിധാനങ്ങൾ ഏത് നിയമത്തിന്റെ പേരിലായാലും തിരുത്തപ്പെടണം. മുനമ്പത്ത് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിക്ക് സമാനമായ നീക്കങ്ങൾ ഇനി ഒരിക്കലും ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ഭേദഗതികൾ വഖഫ് നിയമത്തിൽ വരുത്തേണ്ടതുണ്ട്. പൊതുജനത്തിന്റെ സ്വത്തിനും മൗലികാവകാശങ്ങൾക്കും രാജ്യത്തിന്റെ മതേതരത്വത്തിനും വെല്ലുവിളിയായി മാറിയേക്കാവുന്ന വകുപ്പുകൾ നീക്കം ചെയ്ത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ ക്രൈസ്തവരുടെ കുറേയേറെ വിഷമങ്ങൾ, അവരുടെ ആശങ്കകൾ, അതൊക്കെ തന്നെയാണ് അദ്ദേഹം തന്റെ ഈ പ്രസ്താവനകളിലൂടെ പങ്കിട്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കേന്ദ്ര സർക്കാരിന് അവരുടെ തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള ശക്തമായ ഒരു പിന്തുണ കൂടിയാണ് ഈ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു കുറിപ്പും പ്രതികരണങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.